പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ. മാള, അന്നമനട, ആളൂർ മേഖലയിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വീണ്ടും സത്യപ്രതിജ്ഞ സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് കാരണം. മാളയിൽ ടാക്സി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ തിയോർഘാലി സ്വദേശിയായ അഡോർ എന്നയാളെയാണ് മാള പോലീസ് പിടികൂടിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ. മാള, അന്നമനട, ആളൂർ മേഖലയിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. 15ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടി. 50ലധികം സ്ഥാപനങ്ങളാണ് ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നത്. മാള, അന്നമനട, ആളൂർ മേഖലയിലെ 15ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടി. പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാള യൂണിറ്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ ഈ മാർച്ച് മാസത്തിൽ തന്നെ ഗ്യാസിന് 300ലധികം കൂടുതൽ രൂപ വില വർധന ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെയാണ് ഗ്യാസിൻ്റെ ലഭ്യത കുറവ് ഉണ്ടായത്. നിലവിലത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ദിവസമായിട്ട് ഹോട്ടലുകാർക്ക് ഒരു കുറ്റി ഗ്യാസ് പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഒരു 2-3 കുറ്റിയെങ്കിലും വെച്ച് ഒരു ഹോട്ടലുകാർക്ക് കൊടുക്കാവുന്ന ഒരു അടിയന്തര സാഹചര്യം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഹോട്ടലിലെ സ്റ്റാഫുകളും ജീവനക്കാരും നിലനിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ 10ഓളം ഹോട്ടലുകൾ നിലവിൽ അടച്ചു കഴിഞ്ഞു. മാള, ആളൂർ, അന്നമനട മേഖലയിൽ നിലവിൽ 10-15 ഹോട്ടലോളം അടച്ചു കഴിഞ്ഞു. ഇനി വരും ദിവസങ്ങളിൽ മുഴുവൻ ഹോട്ടലുകളും അടച്ചിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ട് ഹോട്ടലുകളെ അവശ്യ വസ്തു വിഭാഗത്തിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്യാസിൻ്റെ ഒരു ക്ഷാമം തീർക്കാനായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുകയാണ്. യോഗത്തിൽ രക്ഷാധികാരി KD ജോൺസൺ, പ്രസിഡന്റ് TV സന്തോഷ്, സെക്രട്ടറി ഷിഖിൽ എന്നിവർ സംസാരിച്ചു. ബ്ലാക്ക് ഫോർക്ക് അഷ്ടമിച്ചിറ, അമീറാസ് അന്നമനട, സൗപർണം ഹോട്ടൽ കുണ്ടായി, ആളൂർ വനില ഹോട്ടൽ, സാൽമൺ സ്റ്റോറീസ് അഷ്ടമിച്ചിറ എന്നീ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവയാണ് അടച്ചുപൂട്ടിയത്. ഗ്യാസിന്റെ വില മാർച്ച് മാസത്തിൽ മാത്രം 300 രൂപയിലധികം വർദ്ധിച്ചു. കൂടാതെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ലഭ്യതക്കുറവുണ്ടായി. മിനിമം 2 ഗ്യാസ് സിലിണ്ടറെങ്കിലും കിട്ടിയാൽ സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ടു പോകാം. ഒരാഴ്ചയായിട്ട് ഒരു സിലിണ്ടർ പോലും സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പ്രശ്നങ്ങൾ മനസ്സിലാക്കി അധികൃതർ പരിഹാരം കാണണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഈ ഗ്യാസ് കിട്ടാത്തതിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഹോട്ടൽ ഇപ്പോൾ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഈ ഒരവസ്ഥ തുടരുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതാണ്. മീഡിയ ടൈം, മാള. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. കഴിഞ്ഞ ഞായറാഴ്ച ഗോപിനാഥും CPI നോമിനി MU ഷിനിജയും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരുന്നെങ്കിലും അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവാണ് വീണ്ടും സത്യപ്രതിജ്ഞ നടത്താൻ കാരണമായത്. ഈ വിഷയത്തിൽ സർക്കാരിനും ഗുരുവായൂർ ദേവസ്വത്തിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. മുൻപ് പുറത്തിറങ്ങിയ ഉത്തരവിൽ പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇത് തിരുത്തി മാർച്ച് 11 സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ദേവസ്വം കമ്മീഷണറുടെ അനുമതി ലഭിക്കുന്നതോടെ നാളെയോ മറ്റന്നാളോ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കും. സർക്കാർ ഉത്തരവിലെ അവ്യക്തതകൾ ഭരണസമിതിയുടെ ഭാവി തീരുമാനങ്ങളെ ബാധിക്കാതിരിക്കാനാണ് അടിയന്തരമായി പിഴവ് തിരുത്തി പുനർവിജ്ഞാപനം നടത്തിയത്. ഇതോടൊപ്പം CPI പ്രതിനിധിയായ MU ഷിനിജയും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. ഏകദേശം 48 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് ഒരു വനിതാ അംഗം എത്തുന്നത് എന്ന പ്രത്യേകതയും ഷിനിജയുടെ നിയമനത്തിനുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാലക്കാട് നിന്നുള്ള മുതിർന്ന നേതാവായ AV ഗോപിനാഥിനെ ഇത്തരമൊരു പദവിയിൽ എത്തിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. അതേസമയം പുതിയ ഭരണസമിതിയുടെ നിയമനം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ദേവസ്വം അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്തുകൊണ്ട് മുൻ ദേവസ്വം അംഗം സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഈ വിഷയത്തിൽ സർക്കാരിനും ഗുരുവായൂർ ദേവസ്വത്തിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത രീതിയിലെ ക്രമക്കേടുകളാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. കോടതി നടപടികൾ തുടരുന്നതിനിടെയാണ് പിഴവുകൾ തിരുത്തി സത്യപ്രതിജ്ഞാ ചടങ്ങ് വീണ്ടും നടത്താനുള്ള സർക്കാർ നീക്കം. മീഡിയ ടൈം, തൃശൂർ.
കൊടുങ്ങല്ലൂരിൽ തിരക്കുപിടിച്ച സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ നടക്കുന്നു. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തീയതി നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഓടി നടന്നുള്ള ഉദ്ഘാടനങ്ങൾ. ഇന്ന് മാള മേഖലയിൽ മാത്രം 3 പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. പൊതുമരാമത്ത്, ടൂറിസം വകുപ്പുകളുടെ കീഴിലായിരുന്നു ഉദ്ഘാടനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. അതിനു മുൻപ് തന്നെ ഉദ്ഘാടനങ്ങൾ നടത്തി നേട്ടങ്ങളുടെ പട്ടിക ഉയർത്താനാണ് തീരുമാനം. ശനിയാഴ്ച മന്ത്രി മുഹമ്മദ് റിയാസ് മാള മേഖലയിൽ മാത്രം 3 പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നടത്തി. ഒരിക്കൽ നവീകരണ ഉദ്ഘാടനം നടത്തി പിന്നീട് തകർന്നു വീണ മാള സിനഗോഗ് നവീകരണമായിരുന്നു ഒന്ന്. കേരളത്തിന്റെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിലയിലേക്കുള്ള മുന്നേറ്റത്തിന്റെ കാലമാണ്. നമ്മുടെ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചു, ഡെസ്റ്റിനേഷനുകൾ വികസിച്ചു, വലിയ നിലയിൽ ആളുകൾ കേരളത്തേക്ക് അടുത്തു. ഈ ഗവൺമെന്റ് വന്ന സമയത്ത് കോവിഡ് രൂക്ഷമായിരുന്നു. ഒരു വീട്ടിൽ തന്നെ മറ്റൊരു വീട്ടിലേക്ക് ഒരു മനുഷ്യനെ സഞ്ചരിക്കാൻ കോവിഡ് പ്രോട്ടോകോൾ തടസ്സമായിരുന്ന ഒരു കാലം. ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് നമുക്കറിയാം. ഓർത്തോട് നിങ്ങൾ ആ കോവിഡിന്റെ കാലം ടൂറിസം മേഖല വെന്റിലേറ്ററിലായി. പ്രതിസന്ധി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കഴിയുകയായിരുന്നില്ല. കോവിഡിന്റെ രൂക്ഷത കുറയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ എന്തൊക്കെ പദ്ധതികൾ ആവിഷ്കരിക്കും, എങ്ങനെ ഇടപെടണം എന്നുള്ളത് ഓൺലൈൻ ടൂറിസം മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തു. ഒപ്പം യഹൂദ സെമിത്തേരി ഹാർമണി പാർക്ക് ഉദ്ഘാടനവും അനുബന്ധമായി നടത്തി. മുസരിസ് പ്രൊജക്ടിന് കീഴിലാണ് പദ്ധതി നിർവഹണം. VR സുനിൽകുമാർ MLA ആയിരുന്നു അധ്യക്ഷൻ. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സാജൻ കൊടിയൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോഷി കാഞ്ഞുത്തറ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു. ബജറ്റിൽ 75 ലക്ഷം രൂപ വിനിയോഗിച്ച് നവീകരിച്ച മാള ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനവും മന്ത്രി മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. MLA VR സുനിൽകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് BMNBC. 5-8 വർഷം BMNBC റോഡിന് ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ചെലവ് കൂടുതലാണ്. 5 വർഷം കൊണ്ട് 50% പൊതുമരാമത്ത് റോഡുകൾ BMNBC ആക്കണമെന്നാണ് ലക്ഷ്യം വെച്ചത്. ഇപ്പോൾ അത് 60% ആയി എന്ന സന്തോഷവരെ അറിയിക്കുകയാണ്. LDF സർക്കാർ വന്നതിന് ശേഷം കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം ഒരു മാജിക് പോലെയാണ്. ദേശീയപാത 66 മുടങ്ങിപ്പോയ പദ്ധതിയാണ്. എന്നാൽ 2014 LDF സർക്കാർ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെന്റുമായി ഉടൻ തന്നെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി, ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി. മാമ്പ്ര കൂട്ടാലപ്പാടം പുളിക്കക്കടവ് റോഡിന്റെ ഉദ്ഘാടനവും ഇന്ന് നടന്നു. ഇനി ആകെ 2 റോഡുകൾ മാത്രമാണ് BNBC ആക്കാൻ എത്തതായിട്ട് ഉള്ളത്. ബാക്കി എല്ലാ റോഡുകളും പൂർണ്ണമായിട്ട് BNBC ആക്കാൻ നമുക്ക് സാധിക്കും. വിവിധ മേഖലകളിൽ ആയുർവേദ ആസ്പത്രി 7 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും, അന്നവരുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വിദ്യാലയങ്ങളും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുള്ള വിദ്യാലയങ്ങളാണ്. 1 കോടി രൂപ വീതം എല്ലാ വിദ്യാലയങ്ങൾക്കും. ഏത് വിദ്യാലയത്തിനാണ് ഇന്ന് ഫണ്ട് അനുവദിക്കപ്പെടാത്തത് എന്ന് ആർക്കും ചോദിക്കാം. എല്ലാ ഗവൺമെൻറ് വിദ്യാലയങ്ങൾക്കും ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം, രജിസ്റ്റർ ഓഫീസ്, കൃഷിഭവൻ, 2 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കിയിട്ടുണ്ട്. മീഡിയ ടൈം, മാള. മാളയിൽ ടാക്സി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ നാദിയ ജില്ലയിലെ തിയോർഘാരി സ്വദേശിയായ അഡോർ എന്നയാളെയാണ് മാള പോലീസ് പിടികൂടിയത്. പെരുമ്പാവൂരിൽ ടൈലറിംഗ് ജോലി ചെയ്തു വരുന്ന ആളാണ് അഡോർ. സുഹൃത്തിനെ കാണുന്നതിനായി മാളയിൽ എത്തിയ ഇയാൾ മദ്യപിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നതിനിടെയാണ് നെയ്തക്കുടി സ്വദേശി വടക്കേയാലുങ്കൽ വീട്ടിൽ ബാലനെ മർദ്ദിച്ചത്. മദ്യലഹരിയിലായിരുന്ന ഇയാൾ ബാലനെ നിലത്തിട്ട് മുഖം റോഡിൽ പലതവണ ഇടിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിനു ശേഷം പ്രതി സ്ഥലത്തു നിന്ന് രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് CCTV കേന്ദ്രീകരിച്ചും 25ഓളം അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നുമാണ് പോലീസിന് പ്രതിയെ പറ്റിയുള്ള സൂചന ലഭിച്ചത്. ശേഷം മാള പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ പെരുമ്പാവൂരിലുണ്ടെന്ന് കണ്ടെത്തുകയും പോലീസ് സംഘം അവിടെയെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. മീഡിയ ടൈം, മാള. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ മാള അരവിന്ദൻ അനുസ്മരണവും ആദരവും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് രാജു ഡേവിസ് പരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ താരം TG രവി മുഖ്യാതിഥിയായിരുന്നു. എനിക്ക് സമാധാനം വെച്ചാൽ എന്തോ കുരുത്തം കൊണ്ട് അതിന്റെ പകുതി അതെങ്കിലും അവനെ കൊണ്ട് കൊടുക്കാൻ അതിന്റെ പകുതി എനിക്ക് കഴിക്കാനും കഴിഞ്ഞു എന്നുള്ളത് ആ പകുതിയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാനിവിടെ ഒന്ന് കല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ആ കുട്ടി അത്തരത്തിൽ പോയി. എന്റെ പേര് ഓർമ്മയിട്ടുണ്ട്. കുടുംബം മുഴുവൻ എനിക്കറിയാം. കാരണം ഞങ്ങൾ പറയാത്ത കുടുംബ വിശേഷങ്ങളോ മറ്റു വിശേഷങ്ങളോ ഒന്നുമില്ല. ഞാൻ അത്തരത്തിൽ വലിയ ബന്ധമുണ്ട്. വളരെ അടുത്ത ബന്ധമാണ്. വളരെ പറഞ്ഞേ ഈ മുത്തുവായാലും കലയായാലും എന്റെ മക്കളെ പോലെ തന്നെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഞാൻ വരാൻ തീരുമാനിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വലിയ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ ചരമ ദിവസം പറയുമ്പോൾ അതിന്റെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന എന്നെ സംബന്ധിച്ച് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നതായ RLV രാമകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ 25 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സുഖേഷ് മോഹൻ പൂപ്പത്തിയെയും 50 വർഷമായി നാടക സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ശാന്ത തൃശൂരിനെയും തബലവാദനത്തിൽ സംസ്ഥാനതലത്തിൽ പുരസ്കാരം കരസ്ഥമാക്കിയ അവന്തിക N ഷേണായെയും ആദരിച്ചു. കണ്ണൻ ജിനാഥ്, PK രാധാകൃഷ്ണൻ, ഔസേപ്പച്ചൻ ജോസ്, സിൽവി സേവ്യർ, ഷാൻഡി ജോസഫ്, പ്രമോദ് മാള, അബ്ബാസ് മാള തുടങ്ങിയവർ സംസാരിച്ചു. UDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ വികസനമെവിടെ പാഴായ 10 വർഷങ്ങൾ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഉപവാസ സമരം നടത്തി. വടക്കേനടയിൽ നടന്ന ഉപവാസം ബെന്നി ബെഹ്നാൻ MP ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജെനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് താണിപ്പാടം, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, TM നാസർ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PV രമണൻ, KP സുനിൽകുമാർ, P വേണുഗോപാൽ, KN സജീവൻ, AR രാമദാസ്, NI നിസാർ, കവിത മധു എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ കഴിഞ്ഞ 60 വർഷമായി സുസ്ഥിരമായ പ്രവർത്തനങ്ങളാണ് MES നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. MES മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ റംസാൻ റിലീഫും സമൂഹ നോമ്പ് തുറയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. താലൂക്ക് പ്രസിഡന്റ് ബഷീർ തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷക്കീല, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലിസ് തോമസ്, അയൂബ് കരൂപ്പടന്ന, PK മുഹമ്മദ് ഷമീർ, സലീം അറക്കൽ, MM അബ്ദുൽ നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ ബിഷപ്പ് ഹൗസ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി MP ബെന്നി ബെഹ്നാൻ അനുവദിച്ച 15 ലക്ഷം രൂപ വിനിയോഗിച്ച് ടൈൽ വിരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ബിഷപ്പ് ഹൗസ് റോഡിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹ്നാൻ MP നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ VM ജോണി, സുമിത നിസാഫ്, റസോജ ഹരിദാസ്, ഷൈബി ജോസഫ്, പ്രിൻസി മാറ്റി, ഫാദർ റോക്കി റോബി കളത്തിൽ, TM നാസർ, സാലി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഓൾ കേരള ലോട്ടറി സെല്ലേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഫിലിപ്പ് തോമസ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊക്കെ വർഷങ്ങളായി ലോട്ടറി മേഖലയിൽ പ്രവർത്തിക്കുന്നു. ലോട്ടറി മേഖലയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് UDF അധികാരത്തിൽ നിൽക്കുമ്പോഴല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണോ? UDFന്റെ ഭരണകാലഘട്ടത്തിലാണ് കേരളത്തിലെ ലോട്ടറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാഗതം ചെയ്ത് ലോട്ടറി പ്രവർത്തകന്മാർ സ്വാഗതം ചെയ്തു. കാരുണ്യ ലോട്ടറി വന്നു, കാരുണ്യ ബെനവലൻസ് സ്കീം വന്നു. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോട്ടറിക്കാരൻ നടന്നു പോകുമ്പോൾ, കാറിൽ പോകുന്നവരാണെങ്കിലും നടന്നു പോകുന്നവരാണെങ്കിലും ഏതൊരാളും വലിയ സമ്പന്നന്മാർ മുതൽ സാധാരണക്കാരൻ വരെ ഒരു കാരുണ്യ ലോട്ടറി തരുമെന്ന് പറഞ്ഞ് അല്ലേ നമ്മളോട് മേടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംതൃപ്തിയുടെ കാലഘട്ടമായി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിയോ ജോർജ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജെനീഷ്, PN സതീഷ്, NS വിജയൻ, ഔസേപ്പച്ചൻ ജോസ്, M തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
മണ്ണഞ്ചേരിയിൽ വീടിന് സമീപത്തെ ജലാശയത്തിൽ വീണ് 1.5 വയസ്സുകാരൻ മരിച്ചു. മണ്ണഞ്ചേരി പഞ്ചായത്ത് 5-ാം വാർഡ് ചിറപ്പുറത്ത് അനസിന്റെ മകൻ ഐസാനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ഈ ദാരുണ സംഭവം നടന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുട്ടി അബദ്ധത്തിൽ വെള്ളത്തിൽ വീണതായാണ് പ്രാഥമിക വിവരം. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് സമീപത്തെ ജലാശയത്തിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ ആളൂർ സ്വദേശി വള്ളിവട്ടത്തുകാരൻ വീട്ടിൽ തിലകൻ എന്നയാളെ കാപ്പ ചുമത്തി 3 മാസക്കാലത്തേക്ക് നാടുകടത്തി. തൃശൂർ റേഞ്ച് DIG നാരായണൻ T IPS ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തിലകൻ ആളൂർ കൊടകര പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 3 വധശ്രമ കേസിലും 16 ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും ആളൂർ പോലീസ് സ്റ്റേഷൻ GSI ജയകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ പ്രധാന പങ്കുവഹിച്ചു. കൊരട്ടിയിൽ കാറിൽ ഒളിപ്പിച്ച് കടത്തുകയായിരുന്ന അതിമാരക രാസലഹരിയായ MDMA-യുമായി ഒരാളെ പോലീസ് പിടികൂടി. 96.45 ഗ്രാം MDMA-യാണ് പിടിച്ചെടുത്തത്. കൊല്ലം കരുനാഗപ്പള്ളി നീലിക്കുളം സ്വദേശി ഷംന മനസ്സിൽ വീട്ടിൽ ഷംനാദാണ് അറസ്റ്റിലായത്. കോയമ്പത്തൂരിൽ നിന്ന് MDMA വാങ്ങി കൊല്ലം ഭാഗത്തേക്ക് വിൽപ്പനയ്ക്കായി കാർ മാർഗം കൊണ്ടുപോകുന്ന വഴി അന്വേഷണ സംഘം പ്രതിയെ പിടികൂടി. പോലീസിനെ തിരിച്ചറിഞ്ഞ പ്രതി തൃശൂർ എറണാകുളം ദേശീയപാതയിൽ കാർ അമിത വേഗതയിൽ പായിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ നാലോളം വാഹനങ്ങളെ പ്രതിയുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചു. ഒടുവിൽ അന്വേഷണ സംഘവും കൊരട്ടിയിൽ പോലീസ് ചേർന്ന് കൊരട്ടിയിൽ വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് സാഹസ്യമായി പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാചകവാതകത്തിന്റെ ലഭ്യതക്കുറവ് മൂലം ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ. മാള, അന്നമനട, ആളൂർ മേഖലയിലെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുന്നു. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി AV ഗോപിനാഥ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. വീണ്ടും സത്യപ്രതിജ്ഞ സർക്കാർ ഉത്തരവിലെ സാങ്കേതിക പിഴവ് കാരണം. മാളയിൽ ടാക്സി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ പ്രതിയെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. പശ്ചിമ ബംഗാളിലെ തിയോർഘാലി സ്വദേശിയായ അഡോർ എന്നയാളെയാണ് മാള പോലീസ് പിടികൂടിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.